നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബ സ്കൂളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം ആധാരമാക്കിയുള്ള പാഠഭാഗങ്ങളാണ്. അതിലെ 6ാമത്തെ പാഠമായ അകത്തുള്ളത് പുറത്ത് എന്ന പാഠമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് വേദപഠനത്തിനായിട്ട് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ മർക്കോസ് 7-8 അധ്യായങ്ങളിൽ നിന്നുള്ളതാണ്. അതിനോടനുബന്ധമായിട്ട് നമ്മൾ യെശയ്യാവ് 29-ാം അധ്യായം, പുറപ്പാട് 20-ാം അധ്യായം എന്നീ ഭാഗങ്ങളിലെ വേദഭാഗങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മനഃപ്പാഠ വാക്യമായിട്ട് തന്നിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല, അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനി ഈ ആഴ്ചത്തെ പാഠപഠനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞായറാഴ്ച നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത് മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾക്കെതിരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന ഭാഗമാണ്. ഇതിന് ആധാരമായി തന്നിട്ടുള്ള വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായിട്ടുള്ള 2 വിഭാഗക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു കൂട്ടർ പരീശന്മാരായിരുന്നു, മറ്റൊരു കൂട്ടർ ശാസ്ത്രിമാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. യഹൂദന്മാരിലെ ഒരു പ്രബല വിഭാഗം തന്നെയായിരുന്നു ഈ പരീശന്മാരെന്ന് പറയുന്നത്. അവർ മോശയുടെ ന്യായപ്രമാണത്തെ വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങളോട് അവർ പറയുകയും അവരെ കൊണ്ട് അത് വളരെ ചിട്ടയോടുകൂടി അത് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ഈ പരീശന്മാരെന്ന് പറയുന്നത്. നമുക്കറിയാം, ശാസ്ത്രിമാരെന്ന് പറയുമ്പോൾ ഒരു വേദപണ്ഡിതന്മാരാണ്. വേദത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ അവർക്ക് അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ് ശാസ്ത്രിമാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 കൂട്ടർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയോട്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നു, നല്ല നല്ല ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവരുടെ ഉള്ളിൽ അവർ അസൂയ നിറഞ്ഞവരായിരുന്നു. കാരണം അവർക്ക് ഭയമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ജനസമ്മതം, അല്ലെങ്കിൽ അവൻ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അവൻ ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്നത് കൊണ്ട് തങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ബഹുമാനവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉപദേശങ്ങൾ മറ്റുള്ളവർ അനുസരിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെയും അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് ഈ 2 കൂട്ടരും പരീശന്മാരും ശാസ്ത്രിമാരും വളരെയധികം ആ കാര്യത്തിൽ അവർ വളരെയധികം ആശങ്കാകുലരായിരുന്നുവെന്ന് നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ ശിഷ്യന്മാരുടെ ഓരോ പ്രവൃത്തികളും, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അവൻ്റെ ശിഷ്യന്മാരുടെയും ഓരോ പ്രവൃത്തികളെ അവർ സൂക്ഷ്മമായി വിലയിരുത്തുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഈ 2 കൂട്ടരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, കർത്താവ് എൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവർ വയലിൽ കൂടി പോകുമ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നു എന്നുള്ള കാരണത്താൽ അവർ ശബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ വരികയും അദ്ദേഹത്തോട് പരാതിയായിട്ട് എന്നിട്ട് ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ മുൻ പാഠങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ അതിനോട് സമാനമായ ഒരു വിവാദമായ ഒരു പ്രസ്താവനയുമായിട്ടാണ് ഈ പ്രാവശ്യവും ഈ പരീശന്മാരും സദൂക്യരും കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ രീതി നമുക്കറിയാം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവർ ഇത്തരത്തിലുള്ള ആരോഗ്യ നിയമങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ചില ശുശ്രൂഷകൾക്ക് അവർ അമിത പ്രാധാന്യം നൽകുകയും അത് ജനങ്ങളെ കൊണ്ട് അവർ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നവരാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇത്തരത്തിലുള്ള അപ്രധാനമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ ജനങ്ങൾ അനുഷ്ഠിച്ച് പോകുന്നത് കൊണ്ട്, ജനങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് അവർ ഈ ഘനമായുള്ള ദൈവവചനത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവകൽപ്പനയുടെ മഹത്വം അവർ വിസ്മരിക്കുകയും മാനുഷ്യ കൽപ്പനകളായ ഇതുപോലെയുള്ള അത്ര പ്രാധാന്യമല്ലാത്തവയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയും അവർ ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ഒരു ജീവിത രീതി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം അവർ നൽകിയിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ശുദ്ധീകരണ നിയമങ്ങളൊന്നും തന്നെ
കർത്താവും കർത്താവിൻ്റെ ശിഷ്യന്മാരും പാലിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ചോദ്യം ചെയ്യാനായിട്ട് മുതിർന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിനൊന്നും കർത്താവ് മെനക്കെട്ടില്ല. അവരോട് ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാൻ മെനക്കെട്ടില്ല. അതിന് പകരമായിട്ട് ഈ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉള്ളു തുറന്ന് കാട്ടുവാനായിട്ട് യേശു ശ്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം അവരെ കപടഭക്തിക്കാർ എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. അതുമാത്രമല്ല, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ വാക്യങ്ങളാണ്. ഈ ജനം അടുത്തു വന്ന വായ് കൊണ്ട് അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമായ മാനുഷ്യ കൽപ്പനയത്രേ എന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ദൈവം യെശയ്യാവിന് അരുളപ്പാടായിട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ഈ ഒരു കാര്യത്തെ ഈ ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുമാത്രമല്ല, അതിനെ തെളിയിക്കുന്നതിന് വേണ്ടി ഇവർ ഇത്തരത്തിൽ കപടഭക്തിക്കാരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ അവരുടെ ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം കൂടി അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ദൈവകൽപ്പനയിലും 5-ാം കൽപ്പന പ്രധാനപ്പെട്ടതാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ 5-ാം കൽപ്പന വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. നീ വസിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടി നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നുള്ള കൽപ്പനയാണ് 5-ാം കൽപ്പനയെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 5-ാം കൽപ്പനയ്ക്ക് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇതിനെയാണ് കർത്താവായ യേശുക്രിസ്തു അവർക്കെതിരെ അവരെ തുറന്നു കാട്ടുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഉപയോഗിച്ചത്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ 5-ാം കൽപ്പനയിൽ നിന്ന് അവർ അതനുസരിക്കാതിരിക്കുകയും മറ്റുള്ള ജനങ്ങളെ അനുസരിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, മർക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അവരെന്തിനു കൊടുത്തു? ഈ സമ്പാദ്യം അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള പണം അത് ദേവാലയത്തിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് മാതാപിതാക്കളോട് നമ്മൾ പറയുകയാണ്, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ ഞാൻ എൻ്റെ പണം ദേവാലയത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞ് അവർ ആ ചുമതലയിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരെ കെയർ ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യേണ്ട ആ ചുമതലയിൽ നിന്ന് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരെ അനുകൂലിക്കുന്ന ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം ഇത് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? തുറന്നു കാട്ടുകയും പരീക്ഷന്മാരുടെ പൊള്ളയായ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ അദ്ദേഹം തുറന്നു കാട്ടുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇടയിലും ഇത്തരത്തിലുള്ള പരീക്ഷന്മാരുടെ ഉപദേശത്തെ പിന്തുടരുന്നവരുണ്ട്. അവരുടെ ഭക്തി എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു പ്രഹസനം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പ്രകടനങ്ങളുടെ ഇടയ്ക്ക് യഥാർത്ഥമായ ദൈവഭക്തി എന്താണെന്നും ദൈവകൽപ്പനയുടെ പ്രാധാന്യം അവർ മറന്നുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ ജീവിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്നാണ്? ഇത്തരത്തിൽ ദൈവകൽപ്പനയെ ദുർബലമാക്കുന്ന മാനുഷ്യ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം ഒഴിഞ്ഞിരിക്കണമെന്ന് ഈ ഭാഗത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, ശുദ്ധിയുള്ള കൈകളോ അഥവാ ശുദ്ധിയുള്ള ഹൃദയമോ എന്ന ഭാഗമാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, ഇവിടെ പരീക്ഷന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശുക്രിസ്തു ഈ ഉദാഹരണ സഹിതം അവരുടെ പൊള്ളയായ വിശ്വാസം തുറന്നു കാട്ടിയപ്പോൾ അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ പോകുന്നതായിട്ട് നമ്മൾ അസംതൃപ്തരായിട്ട് അവർ ഇറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് കർത്താവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് വീട്ടിലെത്തിയതിന് ശേഷം പതിവ് പോലെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുകയും കർത്താവായ യേശുക്രിസ്തു ഈ പരീക്ഷന്മാരോട് പറഞ്ഞ ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് കർത്താവിനോട് പറയുകയും ചെയ്തു. അതിപ്രകാരമാണ്: പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല, അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് കർത്താവായ യേശുക്രിസ്തു പരീക്ഷന്മാരോട് പറഞ്ഞിരുന്നു.
ഈ പറഞ്ഞതിൻ്റെ സാരം പറഞ്ഞു തരണമെന്നാണ് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞത്. നമുക്കറിയാം, നമുക്കും ഇത്തരത്തിലുള്ള പല സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളും ഈ വിശ്വാസത്തിൽ പോലെ യഹൂദ വിശ്വാസികളെ പോലെ തന്നെ നമ്മളും ആരോഗ്യ നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ്. നമുക്കറിയാം, ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ശുദ്ധിയുള്ള മൃഗങ്ങൾ, ഏതൊക്കെയാണ് ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. നാം ഇതൊക്കെ പഠിക്കുകയും ആ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് നമ്മൾ. എന്നാൽ അതിന് വിപരീതമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കഴിക്കുന്നതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, പിന്നെയോ എന്താണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ അകത്തു നിന്ന് വരുന്നതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നതെന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ട് ഒരേ സമയം അദ്ദേഹം എന്ത് ചെയ്തു? മോശയുടെ ന്യായപ്രമാണത്തെ ന്യായീകരിക്കുകയും അതേസമയം അതിനെ തിരസ്കരിക്കുകയും ചെയ്യുന്നതായിട്ട് ശിഷ്യന്മാർക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് അവർ ഈ ചോദ്യം വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ഈ ചോദ്യവുമായി അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്താണ്? ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, അശുദ്ധമാക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ മറിച്ച് നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ചില ചിന്തകൾക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് അവർക്ക് വിശദീകരിച്ച് കൊടുത്തു. നമ്മളിത് കേട്ടിട്ട് നാളെ തൊട്ട് നമ്മൾ പറയുകയാണ്, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെ ഞങ്ങൾക്ക് തിന്നാമെന്ന് പറഞ്ഞ് ഞണ്ടും കൊഞ്ചും ഒന്നും നമുക്ക് മേടിച്ച് തിന്നാൻ പറ്റത്തില്ല. ഇത് പ്രാധാന്യമില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ പറയുന്നത് ഒന്നിനും നമ്മളുടെ ഉള്ളിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കുവാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. എന്നാൽ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പാപങ്ങൾക്കാണ് നമ്മളെ അശുദ്ധമാക്കുവാൻ സാധിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. ആരോഗ്യ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ്. അത് പാലിക്കാതിരിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതൊക്കെ പാലിക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ആരോഗ്യ നിയമങ്ങൾ. അത് നമ്മൾ പാലിക്കുക തന്നെ വേണമെന്ന് ദൈവം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം തന്നെ അതായത് നമ്മൾ എന്തൊക്കെ പാലിക്കണം? നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അവന് പ്രസാദമുള്ള രീതിയിൽ നടക്കുകയും വേണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉപദേശിക്കുന്നു. അതായത് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷന്മാരെ പോലെയും ഈ ശാസ്ത്രിമാരെ പോലെയും ഒക്കെയാണ്. നമുക്കും അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുകയില്ല. അതായത് ഒരു വെള്ള തേച്ച ശവക്കലർ പോലെ ആയിരിക്കും നമ്മളെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരെങ്ങനെയുള്ളവരായിരുന്നു? അവർ വളരെയധികം ദൈവത്തോട് കൂറുള്ളവരായിട്ട് അവർ കാണപ്പെട്ടു. അവർ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഭയങ്കര നിഷ്ഠയുള്ളവരായിരുന്നു. അവർ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്തു. അവർ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി അവർ വഴിപാട് കൊടുത്തു. അവർ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ വിചാരിച്ചു ഇവരെങ്ങനെയുള്ളവരാണ്, ഇവർ വിശുദ്ധന്മാരാണ്, അല്ലെങ്കിൽ ഇവർ നല്ലവരാണ് എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഇവരെ കർത്താവായ യേശുക്രിസ്തു അവരെ വിളിക്കുന്നു, നിങ്ങൾ വെള്ള തേച്ച ശവക്കലറയ്ക്ക് തുല്യമാണ്. ഈ ശവക്കലറയുടെ ഉള്ളിൽ എന്താണ്? ജീവനില്ലാത്ത അവസ്ഥ, അശുദ്ധിയുടെ ദുർഗന്ധത്തിൻ്റെ അവസ്ഥയാണ് ഈ ശവക്കലറയ്ക്കുള്ളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പുറമേ എങ്ങനെ മാന്യരായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഈ മാന്യത നമ്മൾ വെച്ച് പുലർത്തേണ്ടതാണ് എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പക്കഷ്ണങ്ങൾ ചെറുനായ്ക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ് അവിടുത്തെ ഭാഗം നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഇതിന് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണ്. നമുക്കറിയാം ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം, ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ള ഈ സംവാദത്തിന് ശേഷവും അതിനുശേഷം ശിഷ്യന്മാർക്ക് അത് വിശദീകരിച്ച് കൊടുത്തതിന് ശേഷവും കർത്താവായ യേശുക്രിസ്തുവും അവരുടെ ശിഷ്യന്മാരും കൂടി സീദോൻ്റെയും സോരിൻ്റെയും ഒരു അതിർത്തി പ്രദേശത്തേക്ക് ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? വിശ്രമിക്കുക എന്നതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാം തനിക്ക് അവിടെ ഒരു അത്ഭുതം ചെയ്യുവാനുണ്ട്. ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ തന്നെ കാണുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു?
അവിടെ വന്നിട്ടുണ്ട്, അവിടെ തന്നെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരേ ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഈ കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്ത ഈ ഒരേ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു ഈ സീദോൻ്റെയും സൂരിൻ്റെയും അതിർത്തിയിലേക്ക് ചെന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കനാന്യ സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവളുടെ മകൾക്ക് ഭൂതോപദ്രവമായിരുന്നു. അത് സുഖപ്പെടുത്തുവാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ദാവീദ് പുത്രൻ്റെ വരവും പ്രതീക്ഷിച്ച് അവൾ കാത്തിരിക്കുകയായിരുന്നു ഈ അന്യജാതിക്കാരി സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹൂദന്മാരുടെ ആചാരപ്രകാരം അവർ അന്യജാതിക്കാരെ കണ്ടിരുന്നത് വളരെ നികൃഷ്ടമായ ജീവികൾ എന്ന രീതിയിലായിരുന്നു അവരെ കണ്ടിരുന്നത്. അവരോടുള്ള യഹൂദന്മാരുടെ പെരുമാറ്റം വളരെ കഠിനവും ക്രൂരവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ചിന്താഗതിയാണ് തൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷവും പത്രോസൊക്കെ ഇത്തരത്തിൽ ജാതീയ ചിന്തകൾ വെച്ച് ഒരു പരിധിവരെ വെച്ച് പുലർത്തിയിരുന്നവരായിരുന്നു എന്ന് പിൽക്കാലത്ത് ദൈവം അവർക്ക് കൊടുത്ത വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ അവർ കുഞ്ഞിലെ മുതലേ കേട്ടതാണ് ജാതീയരായിട്ടുള്ള ആൾക്കാരുമായിട്ട് യഹൂദന്മാർക്ക് യാതൊരു സമ്പർക്കവും പാടില്ല എന്നുള്ളത്. അവരോട് യാതൊരു തരത്തിലുള്ള അടുപ്പവും കാണിക്കാൻ പറ്റില്ല. ഈ തൊട്ടുകൂടായ്മ പോലെ അവരെ മാറ്റി നിർത്തുന്നവരായിരുന്നു യഹൂദന്മാരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ശമര്യക്കാരൻ്റെ കഥ പറഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഈ ശമര്യക്കാരൻ്റെ കഥയിലൂടെ നിങ്ങൾ ഈ അന്യജാതിക്കാരോടുള്ള നിങ്ങളുടെ ഈ മനോഭാവം മാറ്റണമെന്ന് കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരെ കൂടി അത് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ കനാന്യ സ്ത്രീയുടെ സംഭവത്തെ ദൈവം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതായത് ശിഷ്യന്മാരുടെ മനസ്സിൽ എന്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരുടെ സ്ഥായിയായ ഒരു ഭാവം, അല്ലെങ്കിൽ അന്യജാതിക്കാരോട് യഹൂദന്മാരെ കാണിക്കുന്ന സ്ഥായിയായ ഒരു ഭാവം തന്നെയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവും ഈ അന്യജാതിക്കാരോട് കാണിച്ചത്. നമുക്ക് ആ സംഭാഷണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. കനാന്യ സ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് സൗഖ്യം വരുത്തണമെന്ന് അപേക്ഷിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ദൈവജനത്തിന് നൽകേണ്ട അനുഗ്രഹങ്ങൾ ഇസ്രയേലിയരല്ലാത്ത അന്യജാതിക്കാർക്ക് നൽകേണ്ടതില്ല, അല്ലെങ്കിൽ നൽകേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ പരുഷമായ ഈ വാക്കുകളൊന്നും അവളെ തളർത്തിയില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അതിന് മറുപടിയായി അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നാറുണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഈ ഉത്തരം കേട്ടപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ നോക്കുകയും യേശുവിൻ്റെ കണ്ണുകൾ പ്രകാശിക്കുകയും ചെയ്തു. കാരണം അവളുടെ വിശ്വാസം എന്തായിരുന്നു? അത്രയ്ക്ക് അചഞ്ചലമായ വിശ്വാസമായിരുന്നു അവൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. തൻ്റെ മകളെ അവൻ സൗഖ്യം വരുത്തുമെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. അതിന് യാതൊന്നും തടസ്സമല്ല. തൻ്റെ ജാതിയോ മതമോ താൻ ആരെ ആരാധിക്കുന്നു, താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും അതിനൊരു തടസ്സമല്ല എന്നുള്ളത് ആര് മനസ്സിലാക്കിയിരുന്നു? ഈ കനാന്യ സ്ത്രീ മനസ്സിലാക്കുകയും തൻ്റെ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ തൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള ഈ വിശ്വാസം ഈ സ്ത്രീ മുറുക്കെ പിടിക്കുകയും ചെയ്തു. ഈ അന്യജാതിക്കാരിയായ ഈ സ്ത്രീയുടെ വിശ്വാസം തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു മനസ്സിലാക്കി കൊടുക്കുകയും തൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ സകല ജാതികൾക്കും വേണ്ടിയാണ് താൻ ഈ ലോകത്ത് വന്നതെന്നും കർത്താവായ യേശുക്രിസ്തു ഈ സംഭവത്തിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുന്നു. നമുക്കറിയാം, ക്രിസ്തുവിലുള്ള ഇവളുടെ ഈ അതിയായ വിശ്വാസം മൂലം അവൾ ദൈവസഭയോട് ചേർക്കപ്പെട്ടുവെന്നും തൻ്റെ മകളെ വീട്ടിലെത്തി സൗഖ്യമുള്ളവളായി കണ്ടുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവരാജ്യം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന സകല ജാതികൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് തൻ്റെ ശിഷ്യന്മാരെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യേശു സൂരിൻ്റെയും സീദോൻ്റെയും ഈ അതിർത്തിയിലേക്ക് ചെന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് യേശുവിൻ്റെ പുനരാഗമനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന
നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ള ജാതിയുടെയും നിറത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കാണുന്നവരാണ് നാം ഓരോരുത്തരും. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതി അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് ദൈവം ഈ സംഭവത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥയിലൂടെയും ഈ കനാന്യ സ്ത്രീയുടെ കഥയിലൂടെയും ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അതായത് ജാതികൾ എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ജാതികൾ എന്ന് പറയുന്ന യഹൂദന്മാരുടെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നതാണ് ദൈവേഷ്ടമെന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുമാത്രമല്ല, ഇപ്രകാരം പറയുന്നു: ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കാൻ വേണ്ടി അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കിയെന്ന് തിരുവചനം പറയുന്നു. പിന്നെ നമ്മൾ എന്തർത്ഥത്തിലാണ് ഈ ജാതീയ മതപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഗോത്രപരമായ ഇത്തരത്തിലുള്ള ഈ അനാചാരങ്ങളും ചിന്തകളും ഒക്കെ വെച്ച് പുലർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഒരുവനിലൂടെയാണ് സകല ജാതികളും എന്ത് ചെയ്തത്? ഉടലെടുത്തത് എന്ന് ഇവിടെ പറയുന്നു. അപ്പം നമ്മുടെ പിതാവ് ആരാണ്? ഒരുവനിൽ നിന്നാണ്. ഈ ഒരുവനിൽ നിന്നാണ് വ്യത്യസ്ത നിറങ്ങളുള്ളവർ, വ്യത്യസ്ത ആശയങ്ങളുള്ളവർ, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ, ഈ പല വ്യത്യസ്ത ജാതികളും ഉണ്ടായത് ഒരുവനിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ജാതീയ സ്പർദ്ധകളും വിചാരങ്ങളും ഒക്കെ നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കർത്താവായ യേശുക്രിസ്തു ഇവർക്ക് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പോലെ ഇന്ന് നമുക്കും ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാവ് കെട്ടപ്പെട്ടു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദെക്കപ്പൊലി എന്ന പ്രദേശത്തു കൂടി യേശുവും ശിഷ്യന്മാരെ നടക്കുമ്പോൾ അനേകം ആളുകൾ അവരെ പിൻചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പിൻചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ ഈ കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തോടൊപ്പം നടന്നു നീങ്ങുന്ന സമയത്ത് ആരോ ഒരാൾ ഒരു ബധിരനും മൂകനുമായ അല്ലെങ്കിൽ വിക്കനുമായ ഒരുവനെ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ട്, സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള പല സന്ദർഭങ്ങളിലും പലർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചിലർ അവൻ്റെ വസ്ത്രാഗ്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചവരുണ്ട്. ചിലരെ ഇറക്കിയപ്പോൾ അവൻ്റെ കൂട്ടുകാരുടെ വിശ്വാസം കണ്ട് അവനോട് കിടക്കെടുത്ത് വീട്ടിലേക്ക് നടന്നുകൊള്ളുക എന്ന് പറയുന്നതുകൊണ്ട്, നിൻ്റെ മനസ്സ് പോലെ, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിനക്ക് സൗഖ്യമാകട്ടെ എന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ പല രീതിയിൽ കർത്താവായ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായിട്ടുള്ളൊരു സൗഖ്യപ്പെടുത്തലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ ബധിരനും വിക്കനുമായ മനുഷ്യനെ മാറ്റി നിർത്തി, കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് എഫദ അല്ലെങ്കിൽ തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ ഈ ബധിരനും വിക്കനുമായ മനുഷ്യൻ്റെ ചെവി തുറക്കുകയും അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ വിട്ട് അവനെ സംസാരിക്കുവാനും അവന് കേൾക്കുവാനും സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈശോ അവനോട് പറഞ്ഞു, ഇതെന്ത് ചെയ്യല്ല, നീ പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആ സന്തോഷം അവന് ഒളിച്ചു വെക്കാൻ സാധിച്ചില്ല. അവൻ ചെല്ലുന്നിടത്തെല്ലാം അത് പ്രസിദ്ധമാക്കിക്കൊണ്ട് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നെടുവീർപ്പെട്ടു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇനി അതെന്താ, എന്തുകൊണ്ടാണ് നെടുവീർപ്പെട്ടത്? ഇവനെ സൗഖ്യമാക്കിയത് കൊണ്ടാണോ, അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഈ നെടുവീർപ്പെട്ടൽ കർത്താവ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കേൾക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്, അല്ലേ? അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ മനോഹര ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ കഴിയാത്ത അവസ്ഥ, നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് കേൾക്കുവാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അവരോട് നമുക്ക് സ്നേഹമായിട്ട് എന്തെങ്കിലും സംസാരിക്കുവാനോ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുവാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? ദൈവം അനുഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കും സംസാരിക്കുവാനും ചെവി കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുവാൻ ദൈവം നമുക്ക് വരം നൽകിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥയെന്ന് പറയുന്നത് വളരെ ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്കാണ് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തത്? സൗഖ്യം കൊടുത്തത്. പക്ഷേ അവൻ നെടുവീർപ്പെട്ടു എന്ന് കാണുന്നു. എന്തിനായിരിക്കും കർത്താവായ യേശുക്രിസ്തു നെടുവീർപ്പെട്ടത്?
നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ അവന് കഴിയും, അല്ലേ? നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഇതിന് മുമ്പുള്ള പാഠങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാഴ്ച നൽകുവാനും നമ്മുടെ ചെവി തുറക്കുവാനും നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ അഴിക്കുവാനും എല്ലാം അവന് സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ നെടുവേർപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മെ ഓരോരുത്തരെ സൃഷ്ടിച്ചത് വേറെ ആർക്കും ഇല്ലാത്ത ഒരു വരം കൊടുത്തുകൊണ്ടാണ്. എന്താണ്? സ്വാതന്ത്ര്യം എന്ന വരം, അല്ലേ? നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വാസത്തിലേക്ക് വരണോ, ദൈവത്തെ അംഗീകരിക്കണോ, ദൈവത്തെ അംഗീകരിക്കണ്ടോ, ഇതെല്ലാം ചിന്തിക്കുവാനും തെരഞ്ഞെടുപ്പ് നടത്താനുമുള്ള സ്വതന്ത്ര മനുഷ്യരായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ ദൂതന്മാരെ പോലും സൃഷ്ടിച്ചത് എങ്ങനെയുള്ളതാണ്? ഈ സ്വതന്ത്ര ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എനിക്കിതെല്ലാം സൗഖ്യമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ ബലഹീനതകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകളെ ഇല്ലാതാക്കുവാനൊക്കെ എനിക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അതിൻ്റെ വാതിൽ തുറക്കുവാൻ എന്ത് ചെയ്യത്തില്ല? അത് ആര് വിചാരിച്ചാലേ തുറക്കുവാൻ സാധിക്കത്തുള്ളൂ? നമ്മൾ തന്നെ വിചാരിച്ചാലേ അത് തുറക്കുവാൻ സാധിക്കത്തുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു ആരുടെയും ഹൃദയത്തെ നിർബന്ധപൂർവ്വം എന്ത് ചെയ്യുന്നില്ല? തനിക്ക് വേണ്ടി തുറക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു നെടുവേർപ്പെട്ടത്. കാതുണ്ടായിട്ടും നാവുണ്ടായിട്ടും അനേകർ കർത്താവായ യേശുക്രിസ്തു മശികയാണെന്ന് തിരിച്ചറിയാതെ വെറും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അവൻ്റെ പുറകെ നടക്കുന്നത് കണ്ടിട്ട്, അല്ല എങ്കിൽ അവർക്ക് അപ്പം കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സൗഖ്യം വന്നതുകൊണ്ടോ മാത്രം കർത്താവായ യേശുക്രിസ്തുവിനെ അവർ പിൻപറ്റുന്നതായിട്ട് കണ്ടിട്ടാണ് അവൻ നെടുവേർപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തു ഇബ്രാഹിം പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും തടിച്ച ഹൃദയങ്ങളുമായി നമുക്ക് ചുറ്റും നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരത്തെ ഓർത്ത് അവൻ നെടുവേർപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ഒരു സ്വയപരിശോധന നടത്തുക. അതായത്, യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെയും കാതുകളെയും കണ്ണുകളെയും തുറന്നിട്ടിട്ടുണ്ടോ? അതോ തടിച്ച ഹൃദയമുള്ളവരായിട്ടാണോ നാം ഇപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്ന് നാം തന്നെ സ്വയം വിലയിരുത്തേണ്ടത് ആണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ചീത്ത അപ്പത്തോട് ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പാഠത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗങ്ങളിൽ പരീശന്മാർ യേശുവിനോട് ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് അവനുമായിട്ട് തർക്കിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ യേശു ആത്മാവിൽ ഞരങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു അടയാളവും ലഭ്യമാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടു പോകുന്നതായിട്ട് നാം കാണുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇതിനോടകം എന്ത് ചെയ്തു? ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഈ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ പ്രവചനങ്ങളൊക്കെ ഇത്രയും അഗാധമായി അവർ പഠിച്ചിട്ടും തൻ്റെ വരവ് തന്നെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള അതിയായ ദുഃഖം മൂലം എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു അവരെ വിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ യേശു ക്രിസ്തു ദുഃഖിതനായിട്ട് പടകിൽ കയറി തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര തിരിക്കുന്ന സമയത്ത് ഈ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് അവൻ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ ഈ അർത്ഥം ഗ്രഹിക്കുവാൻ എന്ത് ചെയ്തില്ല? തൻ്റെ ശിഷ്യന്മാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ശിഷ്യന്മാർ പെട്ടെന്ന് ആകുലപ്പെട്ടു, ആശങ്കപ്പെട്ടു. കാരണം തങ്ങളുടെ കയ്യിൽ ആകെ ഒരു അപ്പം മാത്രമേ ഉള്ളൂ. ദൈവം ചിലപ്പോൾ, കർത്താവായ യേശുക്രിസ്തു ചിലപ്പോൾ വഴക്ക് പറഞ്ഞത് അപ്പം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരികയും അവർ തമ്മിൽ അവർ പിറുവിറുക്കുകയും ചെയ്തു. അപ്പം കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അവൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിറുവിറുക്കുകയും ചെയ്തു. ഇത് കർത്താവായ യേശുക്രിസ്തു കേട്ടിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും നിങ്ങളുടെ 12 കൊട്ട നിറച്ചെടുക്കുവാനുള്ള അതിനകത്തുനിന്ന് മിച്ചം വരുത്തുകയും ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തതെന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് ചോദിച്ച് അവരെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയത്താണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്തിനെക്കുറിച്ചല്ല, ഈ തങ്ങൾ അപ്പം കൊണ്ടുവന്നതിൻ്റെ വിഷമമോ പ്രയാസമോ ഒന്നുമല്ല കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അപ്പത്തിൻ്റെ കാര്യമല്ല പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് അവർ ചെവി ഓർത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തൊക്കെയാണ് പിന്നീട് കർത്താവായ യേശുക്രിസ്തു അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്നു.
എന്താണ്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തിയെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് താൻ സംസാരിച്ചതെന്ന് അവൻ അവർക്ക് ബോധ്യമാക്കി കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളെല്ലാം വീട്ടിൽ അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാവ് എടുക്കുമ്പോൾ ഒരു കലം നിറച്ച് മാവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആകെ അതിനകത്ത് പുളിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഈസ്റ്റ് ഒരു അല്പം മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. എന്നാൽ ആ ഒരു അല്പം ഈസ്റ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ മാവിനെ മൊത്തം പുളിപ്പിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് കപടഭക്തിയും എന്നാണ് കർത്താവ് പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അർബുദം പോലെ നമ്മെ നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രകടനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്വന്തം മഹത്വത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു അവരെന്ത് ചെയ്തത്? ഈ ഭക്തിയുടെ ഭാവം ധരിച്ച് അവർ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ അന്തരംഗം എന്ന് പറഞ്ഞത് സ്വാർത്ഥത നിറഞ്ഞതായിരുന്നു. അവർ സമൂഹത്തിൽ വലിയ സ്ഥാനം അവർക്ക് ലഭിക്കണമായിരുന്നു. സഭയിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ സ്ഥാനം ലഭിക്കണമായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ അവർ പൊതുസമ്മതനായിരിക്കണമായിരുന്നു. ഇതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഈ ഭക്തിയുടെ വേഷം നടിച്ച് കപടഭക്തിയോടുകൂടി നടക്കുന്നതായിട്ട് കാണുന്നു. ഇവരെ ഒരിക്കലും മാതൃകയാക്കരുത് എന്നാണ് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തത്? തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അതായത് പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ തെറ്റായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും കപടഭക്തിയും ഒരു വ്യക്തിയെ മാത്രമല്ല അവൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരെയും നശിപ്പിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പാദപീഠത്തിങ്കൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. പ്രമാണിക്കേണ്ട എന്നല്ല പറയുന്നത്, അവർ നിങ്ങളോട് പറയുന്ന മോശയുടെ ന്യായപ്രമാണം പ്രമാണിക്കുക തന്നെ നിങ്ങൾ ചെയ്യണം. പക്ഷേ അവരുടെ പ്രവൃത്തി പോലെ നിങ്ങൾ ചെയ്യരുത് താനും എന്ന് പറയുന്നു. അതായത് അവരെന്ത് ചെയ്യുന്നില്ല? തിരുവെഴുത്തുകളിൽ ഇല്ലാത്ത അനേകം ഉപദേശങ്ങൾ കൊണ്ട് അവർ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറയുന്നു, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, അവരുടെ ചെറുവിരലുകൾ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല എന്ന് അവിടെ ഇവരെക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ വിശ്വാസവും ജീവിതവും ഇപ്രകാരം ആയിരിക്കരുത് എന്നാണ് ശിഷ്യന്മാരോട് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ തന്നെ അവൻ നമുക്കും എന്ത് ചെയ്യുന്നു? മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. നമ്മെ കാണുന്നവരാരെ കാണണമെന്നാണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം, ദയയും കരുണയും സഹതാപവും മനസ്സലിവും ഉള്ളവരായി നമ്മൾ കാണണമെന്നാണ് പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നവരും അത് പ്രദർശിപ്പിക്കുന്നവരുമായിരിക്കണം നമ്മളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ക്രിസ്തു നമ്മിൽ ജീവിക്കുവാൻ എന്ത് ചെയ്യണം? നാം അനുവദിക്കണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ക്രിസ്തുവിനായിട്ട് തുറന്നിട്ട് കൊടുക്കണം. അവൻ നമ്മുടെ ഉള്ളിൽ ജീവിക്കുവാനായിട്ട് നാം അനുവദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ മാറും? ഈ ജാതി ചിന്തകൾ മാറും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ നിർത്തും. നമ്മളുടെ ഹൃദയത്തിനെ തന്നെ നമ്മൾ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? നിരപ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമെന്ന് പറയുന്നു. ഇവിടെ 1 പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 4:7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ പ്രാർത്ഥനയോടും വചനപഠനത്തോടും കൂടി താഴ്മയുള്ള ജീവിതം നയിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, പിതാവ് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം അവൻ്റെ മക്കളും, അല്ലേ? അപ്പോൾ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈ സ്നേഹമായിരിക്കണം. ദൈവം പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹം തന്നെയായിരിക്കണം നമ്മുടെ സ്വഭാവവും. അങ്ങനെ മറ്റ് സഹജീവികളെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റ് വേർതിരിവുകളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ,
വീണ്ടും ഒരു പ്രാവശ്യത്തിലായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകി കൃപയ്ക്കാന്നിട്ട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. അപ്പം ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച പാഠം അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് അടിയങ്ങളുടെ ഹൃദയത്തിലുള്ള സകല ദുശ്ചിന്തകളെയും സകല കുറവുകളെയും പോക്കി അടിയങ്ങളെ ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലുള്ളവരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. കപടഭക്തിയുടെ വേഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നിർമ്മലരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് കൂടെ ഇരുന്ന് അടിയങ്ങളെ വഴി നടത്തുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തങ്ങളുടെ വീക്ഷിക്കുന്നതിലൂടെ കേൾക്കുമാറാണമേ. ആമേൻ.